ഇതുപോലത്തെ വലിയ മരമാണ് നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്നത്. ഈ രൂപത്തിൽ വളച്ചെടുത്ത് ഇതാ ഈ അച്ചിലേക്ക് അടിച്ചു കയറ്റിയാണ് ഇത് വളച്ചെടുക്കുന്നത്. ഇതാണ് അച്ച്. ഈ രൂപത്തിലുള്ള പേപ്പറുകൾ ഇട്ടിട്ട് ഇതിൻ്റെ ഈ വളവുകൾ നമ്മൾ കറക്റ്റാക്കി എടുക്കും. ഒരച്ച് വളവുകൾ കറക്റ്റാക്കി എടുക്കും. ഇതിന് ഉപയോഗിക്കുന്ന ചപ്പങ്ങ എന്ന് പറഞ്ഞൊരു മരമാണ് ഇപ്പം ഞാൻ കൂടുതൽ എടുക്കുന്നത്. പതിമുഖം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പതിമുഖം. എന്താ വ്യത്യാസം? എന്താ പതിമുഖത്തിന്റെയും പുളി ഒരു അത്ര കറക്റ്റ് അല്ല. പുളിയും കൊണ്ട് നമ്മളിപ്പോ പഠിക്കാൻ ഉപയോഗിക്കുന്ന കോലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതും അതുമായിട്ട് വ്യത്യാസമുണ്ട്. ഡെൻസിറ്റി കൂടുതലുണ്ട് ഈ കോലിന്, ഇതിന് ക്ലാരിറ്റി കൂടുതലുണ്ട്, ശ്രുതി കൂടുതലുണ്ട് ഇതുകൊണ്ട് കൊട്ടുമ്പോ. അതേപോലെ നമ്മുടെ ഈ ചെണ്ടക്കോലുകള് ഇന്ത്യക്ക് പുറത്തും ബഹറിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പേര് പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടാവും. ചെണ്ടമേള ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും ഉണ്ടാവില്ല. എവിടെ മേള ഉണ്ടോ അവിടെ പോകുന്ന ഒരു ചങ്ക് നമുക്കൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ചെണ്ടമേളത്തിന് മാറ്റുകൂട്ടുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ചെണ്ടയാണ്. പക്ഷേ അതൊരു ചെണ്ടക്കോല് കൂടിയാണെന്ന് ഞാൻ പറയും. എല്ലാവർക്കും അതേ അഭിപ്രായമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചെണ്ടക്കോലുകൾ നമുക്കറിയാം, കാണുമ്പോൾ നല്ല മിനുസമുള്ള എന്നിങ്ങനെ വളഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ചെണ്ടക്കോലുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയാമോ? അങ്ങനെ ചെണ്ടക്കോലുകൾ കേരളത്തിൽ പലയിടങ്ങളിലായി എത്തപ്പെടുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാടുള്ള ഗോപിയേട്ടനാണ് നമ്മുടെ ഈ ചെണ്ടക്കോലുകൾ നിർമ്മിച്ച് ആവശ്യക്കാർക്കൊക്കെ കേരളത്തിൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഖത്തറിലും അതുപോലെയുള്ള പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഗോപിയേട്ടൻ ഇപ്പോൾ ചെണ്ടക്കോലുകൾ കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോപിയേട്ടൻ എങ്ങനെയാണ് ഈ ചെണ്ടക്കോലുകൾ ഉണ്ടാക്കുന്നത് എന്നറിയണ്ടേ? വാ ഗോപിയേട്ടൻ, നമസ്കാരം. നമസ്കാരം. ഗോപിയേട്ടന്റെ കയ്യിലുള്ള ഈ ഒരു വടിക്കഷ്ണമാണ് ചെണ്ടക്കോലായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അത് ഇതുപോലെ വലിയ മരമായിരിക്കും. വലിയ മരം ഇതുപോലത്തെ വലിയ മരമാണ് നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ആക്കിയെടുത്ത ശേഷം നമ്മളെന്താ ഇതിൻ്റെ വരുത്തം കണ്ടുപിടിക്കലാണ്. ഇതാ ഈ രൂപത്തിൽ നമ്മൾ ചെത്തി കഴിഞ്ഞതിൻ്റെ ഇതിൻ്റെ വരുത്തം നമുക്ക് മനസ്സിലാവും. അതായത് വരുത്തം എന്ന് പറഞ്ഞാൽ നാര്, നേർരേഖയിലുള്ള നാര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ഇത് നമ്മളിങ്ങനെ ചെത്തി ഉരുട്ടിയെടുക്കും. ചെത്തി ഉരുട്ടി ഈ രൂപത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ പിന്നെ അച്ചിലിട്ട് ഈ രൂപത്തിൽ അച്ചിൽ വളച്ചെടുക്കും. ഈ രൂപത്തിൽ വളച്ചെടുത്ത് ഇതാ ഈ അച്ചിലേക്ക് അടിച്ചു കയറ്റിയാണ് ഇത് വളച്ചെടുക്കുന്നത്. ഇതാണ് അച്ച്. അപ്പൊ ഇതുപോലെ വളച്ചെടുത്ത ശേഷം ഊരിയിട്ടതാണ് ഈ സാധനം. എത്ര ദിവസം നമ്മൾ ഒരു 10 ദിവസം അച്ചിലിട്ട് വെക്കണം. എന്നാലേ ഇതിന്റെ നീരൊക്കെ വലിഞ്ഞ് നല്ല കറക്റ്റ് ആവും. ഒരേ സമയം എത്ര എണ്ണം അച്ചിലിടാൻ സാധിക്കും? ഞാനിപ്പോ ഇവിടെ ഒരു 50 എണ്ണം അച്ചിലിടുന്നുണ്ട്. 50 അച്ചുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെ മിനുസപ്പെടുത്തി ഈ രൂപത്തിൽ ചെത്തിയെടുക്കും. ഇതാണ് നമ്മുടെ ഇത് കൈകൊണ്ട് കത്തിക്കൊണ്ട് തന്നെയാണ് പണി. പിന്നെ പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ മിനുസപ്പെടുത്തി നല്ല കറക്റ്റ് ആക്കി എടുക്കുക. ഈ നമ്മളുടെ ഈ രൂപത്തിലുള്ള പേപ്പറുകൾ ഇട്ടിട്ട് ഇതിന്റെ ഈ വളവുകൾ നമ്മൾ കറക്റ്റ് ആക്കി എടുക്കും. ഒരച്ച് വളവുകൾ കറക്റ്റ് ആക്കി എടുക്കും. നമ്മൾ എല്ലാ മരവും ഇതിന് പറ്റുമോ? ഇല്ല. ഇതിന് ഉപയോഗിക്കുന്ന ചപ്പങ്ങ എന്ന് പറഞ്ഞൊരു മരമാണ് ഇപ്പം ഞാൻ കൂടുതൽ എടുക്കുന്നത്. പതിമുഖം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പതിമുഖം. നമ്മൾ മറ്റുള്ള മരങ്ങളൊന്നും പല മരങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും നമ്മൾ ഇത്രയും പെർഫെക്ഷൻ കിട്ടുന്നില്ല, ഗുണം കിട്ടുന്നില്ല. അതിന്റെ ഒരു ഗുണവും കിട്ടുന്നില്ല മറ്റുള്ളൊരു മരത്തിനും വെച്ച് നോക്കുമ്പോൾ. ഇത് വേറൊരു മരമാണ്. ഇതുകൊണ്ടുണ്ടാക്കിയിട്ട് കോല് ശരിയാവുന്നില്ല. അപ്പം പല മരങ്ങളും ഒരുപാട് മരങ്ങൾ ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഈ സംഗതി സക്സസ് ആവുന്നില്ല. ഏറ്റവും നല്ല പതിമുഖം തന്നെയാണ്. എല്ലാവരും പൊതുവെ പതിമുഖമായിരിക്കും ഉപയോഗിക്കുന്നത്. 90% പേരും 99% പേരും പതിമുഖമാണ്. പിന്നെ ശിങ്കാരി മേളം അങ്ങനെയുള്ളതൊക്കെ പുളിയുടെ കോലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഉണ്ടാക്കുന്നില്ല, നമുക്ക് കിട്ടാനില്ല പുളി. പുളിമരം കിട്ടാനില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ വ്യത്യാസം? എന്താ പതിമുഖത്തിന്റെയും പുളിമരത്തിന്റെയും? പുളി ഒരു
അത്ര കറക്റ്റ് അല്ല. പുളിയും കൊണ്ട് നമ്മളിപ്പോ പഠിക്കാൻ ഉപയോഗിക്കുന്ന കോലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതും അതുമായിട്ട് വ്യത്യാസമുണ്ട്. ഡെൻസിറ്റി കൂടുതലുണ്ട് ഈ കോലിന്, ഇതിന് ക്ലാരിറ്റി കൂടുതലുണ്ട്, ശ്രുതി കൂടുതലുണ്ട് ഇതുകൊണ്ട് കൊട്ടുമ്പോൾ. അതൊക്കെയാണ് അതിന്റെ വ്യത്യാസം. ചെണ്ടയുടെ മേലെ വീണ് അവിടെ കിടക്കും. അതാണ്, ശ്രുതി ഉണ്ടാവും. ഏറ്റവും ശ്രുതിയുള്ളൊരു മരമാണ്. ഡെൻസിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഒരു കോല് 100 ഗ്രാം തൂക്കം ഉണ്ടാവും. മറ്റുള്ള ഒരു മരം ഉണ്ടാവില്ല. ഇത്ര ഒരു കോലില് ഒരു 80-60 ഗ്രാം തൂക്കം ഉണ്ടാവുള്ളൂ. ഏത് മരമാണേലും. പുളിയാണേലും ഒരു 80 ഗ്രാം തൂക്കം ഉണ്ടാവുള്ളൂ. ഇത് 100 ഗ്രാം തൂക്കം ഉണ്ടാവും ഒരു കോല് പണിത് കഴിയുമ്പോൾ. നമ്മുടെ പ്രോസസ്സ് പകുതിക്ക് എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇത് അച്ചിലിട്ടു, വളച്ചെടുത്തു. ഇത് ഇതുപോലെ ഫിനിഷിംഗിൽ നമ്മൾ ചെത്തിയെടുക്കുന്നു. ചെത്തിയെടുത്ത കോലിനെ വീണ്ടും നമ്മൾ പേപ്പർ ഇട്ടാണ് ഇതിന്റെ ഈ തുമ്പുകൾ ഷേപ്പ് ആക്കുന്നത്. ഇവിടെയാണ് ഈ തുമ്പിന്റെ ഈ ഭാഗമാണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം. ഇവിടെ കറക്റ്റ് ആയിരിക്കണം, പിന്നെ ലെവലായിരിക്കണം, തൂക്കായിരിക്കണം. പിടിക്കുന്ന ഭാഗത്തേക്കാളും ചെണ്ടയുടെ മേലെ വീഴുന്ന ഭാഗം കറക്റ്റ് ആയിരിക്കണം. ഇത് പിന്നെ കൊട്ടുമ്പം തുള്ളിച്ചുണ്ടാകാൻ പാടില്ല. കുറെ കറക്റ്റ് കാര്യങ്ങൾ അതാണ് ഇതിന്റെ ബേസ് വരുന്നത്. നമുക്കിത് നല്ല കൊട്ടുകാര് എടുത്ത് ചെണ്ടയിൽ കൊട്ട് നോക്കുമ്പോ അവർക്ക് മനസ്സിലാവും. തരിപ്പുണ്ടാവാൻ പാടില്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒരു കോലിന്റെ പെർഫെക്ഷൻ. പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുവന്നല്ല, അറിയുന്നവര് അത് നോക്കിയിട്ടേ അവര് കൊട്ടുള്ളൂ. എന്നാലേ അവരുടെ കൊട്ട് ശരിയാവുള്ളൂ. അവരുടെ കൈക്ക് ഇണങ്ങണം. ശേഷം ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ 1/4 ഭാഗം പണിയായ കോലാണ്. ഇതിൽ നമുക്ക് ഇനി ഇപ്പൊ ഇതിൽ പേപ്പർ ഇട്ടാൽ മാത്രം മതി. പേപ്പർ ഇട്ടാണ് നമ്മൾ ഒന്നുകൂടെ ഷേപ്പ് ആക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നില്ല. വെള്ളത്തിലിട്ട് ആദ്യം ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെത്തിയെടുത്ത് ഈ കോല് ചെത്തിയെടുത്ത് ഇതേ രൂപത്തിലാക്കിയെടുത്ത് പിന്നെ ഇതേ രൂപത്തിലാക്കിയെടുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജില് പുഴുങ്ങിയെടുത്തിട്ട് ഈ അച്ചിലേക്ക് അടിച്ചു കയറ്റും. ഈ പുഴുങ്ങുമ്പോഴാണ് ഇത് ഫ്ലെക്സിബിൾ ആവുള്ളൂ. ഫ്ലെക്സിബിൾ ആകുമ്പോഴാണ് ഈ അച്ചിലിട്ട വളയുള്ളൂ. പിന്നെ ആ വെള്ളം അച്ചിലിട്ട് ആ പുഴുങ്ങിയ വെള്ളം ഇത് വലിഞ്ഞു കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ആ വളവ് നിവരില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മരം പോലെയല്ല, മറ്റുള്ള മരങ്ങളിൽ എണ്ണമയം ഉള്ളത് കൊണ്ട്, ഞാൻ പഠിച്ചെടുത്ത് അങ്ങനെയാണ്, എണ്ണമയം ഉള്ളത് കൊണ്ട് ഇതിന്റെ ഉള്ളിൽ എണ്ണം വലിയില്ല. അപ്പം ഇത് നമ്മളിപ്പോ വളച്ചു വെച്ചിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നൂർന്ന് വരും, വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഈ പതിമുഖത്തിന് എണ്ണമയം ഇല്ല മരം. അപ്പം പതിമുഖം എപ്പോഴും നമ്മൾ വളച്ചിട്ട് കഴിഞ്ഞാൽ അതേപോലെ 10 വർഷം കഴിഞ്ഞാലും നൂരൂല. അതാണ് പതിമുഖത്തിന്റെ പ്രത്യേകത. ഉണങ്ങി കഴിഞ്ഞാൽ നൂരുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെയാണ് ചെണ്ടക്കോൽ ഉണ്ടാവുന്നത്. ഗോപിയേട്ടന്റെ കയ്യിൽ നിന്ന് അതിപ്രശസ്തരായിട്ടുള്ള പല മേളക്കാരും ചെണ്ടക്കോല് വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ. ഇഷ്ടം പോലെ കേരളത്തിലെ എല്ലാ പ്രമുഖരുടെ കയ്യിലുണ്ട്. അമ്പലങ്ങളിലെ ഏറ്റവും പ്രമുഖരായ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. ഇടയ്ക്കോലുകള്, സോപാനത്തിൽ വായിക്കുന്ന കോലുകൾ എല്ലാ അമ്പലങ്ങളിലും പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ സോപാനം വായിക്കാനുള്ള കോലുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതൊരു സന്തോഷം അല്ലേ, അനുഗ്രഹം. അതെ, ഒരു അനുഗ്രഹമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അമ്പലത്തില് ഇവിടുന്ന് അവിചാരിതമായി പോയി. അപ്പൊ പോകുന്ന സമയത്ത് വൈകുന്നേരം ഇങ്ങനെ ഒരു കോല് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണം തോന്നി. അവിടെ ചെല്ലുമ്പോൾ അവർ പറയാണ് ഇവിടെ കോല് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇടയ്ക്കോല് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പൊ അത് പൊട്ടിയിരിക്കുകയായിരുന്നു. അവിടെ ഉത്സവം നടക്കുക. അപ്പോഴും ഞാൻ ഈ കോലും കൊണ്ടൊരു 400 കിലോമീറ്റർ അപ്പുറം എത്തുന്നു ആ കോലും കൊണ്ട് അമ്പലത്തില്. അപ്പം അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് ഇത് ഇങ്ങനെയൊക്കെ ആയി വരുന്നത്. അതേപോലെ നമ്മുടെ ഈ ചെണ്ടക്കോലുകള് ഇന്ത്യക്ക് പുറത്തും ബഹറിൽ പോയിട്ടുണ്ട്, അമേരിക്കയില് എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പേര് പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട്. അവരുടെ ശിഷ്യന്മാരവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ പോലെ തന്നെ പല രാജ്യങ്ങളിലും ഇത് പഠിക്കുന്നുണ്ട് നല്ലപോലെ. അപ്പൊ അവിടെയൊക്കെ ഇത് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുന്ന് കോല് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് എല്ലാവരും ഇത് കൊണ്ടുപോയി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു മേളമൊക്കെ കഴിഞ്ഞ് ഗോപിയേട്ടനെ വിളിച്ചൊരു ഫീഡ്ബാക്ക് അറിയിച്ചവര്, അല്ലെങ്കിൽ ഒരു സന്തോഷം പങ്കുവച്ചവരുണ്ട്? 99.9% ആൾക്കാരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. വിളിച്ചിട്ടുണ്ടല്ലേ എന്റെ ഈ പിന്നെ ഇപ്പൊ ഇപ്പോഴുള്ള ഇതിന്റെ ഒരു ഒരു ഇംപ്രഷൻ അതാണ്. എന്താ വെച്ചാൽ എല്ലാവരും നല്ലൊരു അഭിപ്രായം.
പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗോപിയേട്ടാ, അപ്പം ഇതിന്റെ ഒരു റേറ്റും കാര്യവും പിന്നെ ഇതെങ്ങനെയാണ് കുട്ടികൾക്കും ഈ ഒരു വലിപ്പത്തിലും ഇങ്ങനെ കോലുകൾ അങ്ങനെയാണോ? കോലിന്റെ വലിപ്പം എല്ലാം സെയിം ആണ്. കുട്ടികൾക്കൊന്നും പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഇത് ഏറ്റവും നല്ല കോല് എന്ന് പറയുന്നത് ഫസ്റ്റ് കോല് നമ്മൾ അതായത് മേളം കൊട്ടുന്ന ഫസ്റ്റ് കോലിന് 400 രൂപ വിലയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതനുസരിച്ച് അത് കേടുപാടുകൾ കാര്യങ്ങൾ ചെറുതൊക്കെ ഉള്ളത് അതിനനുസരിച്ച് റേറ്റുകൾ കുറയും. ഈ കേടുപാടുകൾ ഉള്ളതിന് റേറ്റ് കുറയും എന്ന് പറയുന്നത് ഈ കേടുപാടുകൾ ഉള്ളത് നമ്മള് പഠിക്കുന്ന കുട്ടികൾക്ക്, തുടക്കക്കാർക്ക്, അരങ്ങേറ്റക്കാർക്ക് അത് പറഞ്ഞിട്ടേ നമ്മൾ അത്രേ ഉള്ളൂ. കറക്റ്റ് പറയുന്നത് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. അല്ലാതെ ഇത് ഒരു വിശ്വാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോ ഇത് അയച്ചു കൊടുക്കുന്ന ഒരു പുതിയ ആള് വാട്സപ്പിൽ നമുക്ക് പിന്നെ നമ്മളോട് കോല് വേണം എന്ന് പറയുമ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാൾ നമുക്കൊരു വിശ്വാസം ആയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഈ കോല് അവിടെ അയച്ചു കൊടുക്കുന്നു, അവര് പൈസ ഇട്ട് തരുന്നു. കോല് ചിലപ്പോൾ അയച്ചിട്ടായിരിക്കും പൈസ ഇട്ട് തരുന്നത്. ഓക്കെ. അപ്പം ഒരു നല്ല മേളം സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടത് ചെണ്ടക്കോലുകളാണ്. ഗോപിയേട്ടൻ എന്നെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഗോപിയേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഗോപിയേട്ടൻ ഉണ്ടാക്കുന്ന കോലുകളുടെ എന്നല്ല, പൊതുവെ നമ്മുടെ ഈ ചെണ്ടക്കോലുകൾക്ക് വേണ്ട പ്രധാന ഗുണം എന്താണ്? ചെണ്ടക്കോലുകൾക്ക് വേണ്ട ഗുണങ്ങൾ ഇത് വളരെ ഷാർപ്പായിട്ട് ഇത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പിരിവോ വളവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഉള്ളിൽ പൊട്ടുണ്ടാവാൻ പാടില്ല. ഇതാണ് ഏറ്റവും പിന്നെ ഇതിന് വളവ് കാര്യങ്ങളും പിന്നെ കൊട്ടുമ്പം ഉള്ള ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ തുള്ളിച്ച അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഒരു പെർഫെക്ഷൻ. എല്ലാവരും ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല. അതാണ് ഇപ്പം ഇങ്ങനെ ആൾക്കാർ എന്നോട് കോല് ചോദിച്ച് വാങ്ങുന്നത്. പലരും പണ്ട് മുതൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അവർ പോലും ഇപ്പൊ ഇവിടുന്ന് കോല് വാങ്ങുന്നത്. ഗോപിയേട്ടൻ ഇത് എപ്പോ മുതലാണ് ഉണ്ടാക്കാൻ ഞാനിപ്പോ ഒരു 18-20 വർഷമായി ഈ കോല് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. ഈ ചെണ്ടക്കോലുകൾ നിർമ്മിക്കുന്നത് ഇന്നേ സമുദായക്കാരാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ലല്ലോ, അറിയുന്ന ആർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഗോപിയേട്ടൻ എങ്ങനെയാ ചെണ്ടക്കോൽ? ഇപ്പൊ കേരളത്തിൽ ചെണ്ടക്കോൽ ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ ഈ മേളം പഠിച്ച ആൾക്കാരാണ്. ഈ മേളം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം നമ്മൾ ഉണ്ടാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കി പഠിക്കുകയാണ്. അല്ലാണ്ട് അങ്ങനെ പഠിച്ച് ഞാനിത് പ്രൊഫഷണലായി അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഗോപിയേട്ടൻ ചെണ്ട കൊട്ടുവോ? കൊട്ടും. ചെണ്ട കൊട്ടും. ഓക്കെ. ചെണ്ടമേളം നടത്തിക്കൊണ്ടിരുന്ന ഒരാള് അല്ലെങ്കിൽ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്ന ഒരാള് ചെണ്ടക്കോലിന്റെ അഭാവം കാരണം സ്വന്തമായിട്ട് അത് നിർമ്മിക്കുന്നു. ശേഷം അതിലൊരു പെർഫെക്ഷൻ, ഏറ്റവും മികച്ച കോലുകൾ നിർമ്മിക്കുന്നു. അത് പിന്നീട് ഒരു എന്താ പറയാ ഒരു തൊഴിൽ എന്ന് പറയാവോ അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് കൊണ്ടുപോകുന്നു അല്ലെ? നല്ലൊരു തൊഴിലായിട്ട് കൊണ്ടുപോകുന്നു. ഈ കോലിപ്പോ ഉണ്ടാക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കുന്ന എല്ലാവരെയും എനിക്കറിയാം. അവരൊക്കെ ചെണ്ട മേളക്കാരാണ്. ഓക്കെ. അങ്ങനെ എല്ലാ മേളക്കാരൊക്കെ ചെണ്ടക്കോൽ ഉണ്ടാക്കുന്നവരൊക്കെ മേളക്കാരാണ്. ഇതിനു വേണ്ടി തന്നെ ഒരാൾ ഉണ്ടാക്കുന്നില്ല. ഇല്ല അല്ലേ? ഓക്കെ. കാരണം അതറിയുന്നവർക്കല്ലേ ഇതിന്റെ ഈ ചെണ്ടേമിൽ കോല് വീഴുമ്പോ ഉണ്ടാവുന്ന അതിന്റെ ഒരു പൾസ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഗോപിയേട്ടാ, അപ്പം ഈ ഒരു 10-18 വർഷമായി, നമുക്ക് അവസാനിപ്പിക്കാറായി, 10-18 വർഷമായി ഈ ഒരു രംഗത്ത് എന്ന് പറയുന്നു. ഇത്രയും കാലത്തിനിടയ്ക്കുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം? അതായത് ഈ ക്ഷേത്രങ്ങളിലുള്ള ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു അനുഭവം. ഒരു ക്ഷേത്രങ്ങളിൽ എനിക്ക് ഇവിടുന്ന് പോകേണ്ടല്ല, എൻ്റെ ബന്ധു വീടിൻ്റെ അടുത്ത് പോകേണ്ട വന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 3 മണിക്കായപ്പോൾ എനിക്കൊരു ഇടയ്ക്കക്കോൽ ഉണ്ടാക്കണം തോന്നി. ഒരു ഇടയ്ക്കക്കോൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാഗിൽ വെച്ചു. അവിടെ ചെന്ന് സോപാനത്തിൽ ഭയങ്കര തിരക്കുള്ള ക്ഷേത്രമായിരുന്നു, വലിയ ഉത്സവം, വള്ളൂർക്കാവിനേക്കാളൊക്കെ വലിയ ഉത്സവം. അപ്പോൾ അവിടെ ചെന്നപ്പം ഇടയ്ക്കക്കോല് തിരുമേനി അവിടെ സോപാനത്തിൽ വെച്ചു, മാരാർക്ക് എടുത്ത് കൊടുത്തു. അപ്പം തിരിഞ്ഞിങ്ങോട്ട് വന്ന മാരാർ പറയാം, കോല് പൊട്ടിയിരുന്നിട്ട് എവിടെ നിന്നാണ് ഇനി കോല് കിട്ടുക എന്ന് പറഞ്ഞ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കോല് സംഘടിപ്പിക്കാൻ പറ്റൂല, സ്വർണം പോയാൽ വാങ്ങാം, കോല് പോയാൽ സമയം വേണം, ഓർഡർ കൊടുക്കണം, കിട്ടണേ പെട്ടെന്ന് കിട്ടൂല. അതൊരു പ്രധാനമാണ്. എവിടെ കടകളിൽ പോയാൽ കിട്ടൂല, ഓർഡർ കൊടുക്കണം. അപ്പം മാരാര് പറയാണ് കോലില്ലായിരുന്നു. അപ്പം ഞാൻ ഈ 400 കിലോമീറ്റർ കൊണ്ട് അവിടെ ആ കോലും കൊണ്ട് ചെന്നപ്പോൾ അവർക്കതൊരു വലിയ മറക്കാനാത്ത സന്തോഷമാണ്. അത് നമുക്കൊരു ആത്മസംതൃപ്തിയാണ്. പിന്നെ അതുപോലെ ഞാനൊരിക്കൽ ഇങ്ങനെ പറശ്ശിനിക്കടവിൽ പോയപ്പം അവരും എന്നോട് ഇങ്ങനെ അവിടെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. കോല് എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്, ഗുരുവായൂരൊക്കെ ഉണ്ട്.
ഓക്കെ ഓക്കെ, എന്തായാലും ഗോപിയേട്ടാ ഇതേപോലെയുള്ള അനുഗ്രഹങ്ങൾ ഇനിയും തേടിയെത്തട്ടെ, ജീവിതത്തിൽ ഒരുപാട് നന്മയുണ്ടാവട്ടെ, ഈ തൊഴിൽ ഇങ്ങനെ കൈമോശം വരാതെ സൂക്ഷിക്കുക. ഒരുപാട് പേർക്ക് മേളത്തിന് ഉപയോഗിക്കാൻ ഗോപിയേട്ടൻ്റെ ചെണ്ടക്കോലുകൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നമസ്കാരം.